നെല്ലിക്കുഴിയിൽ 2 യുവാക്കളുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്ന ഭാഗത്ത് ഓടയിൽ സ്ലാബ് സ്ഥാപിച്ച് അപകട സാധ്യത ഇല്ലാതാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പ്. UDF പ്രവർത്തകർ നടത്തിയ ഓഫീസ് ഉപരോധത്തിന് പിന്നാലെ സ്ഥലത്തെത്തി അപകട സാധ്യത ബോധ്യപ്പെട്ടതിന് ശേഷമാണ് തീരുമാനം അറിയിച്ചത്. ഓടയിൽ സ്ലാബില്ലാത്തതുൾപ്പെടെയുള്ള അശാസ്ത്രീയതയാണ് അപകട മരണത്തിന് കാരണമായതെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. നെല്ലിക്കുഴിയിൽ കമ്പനിപ്പടിയിൽ ഞായറാഴ്ച പുലർച്ചെയാണ് ബൈക്ക് യാത്രികർ തുറന്ന ഓടയിൽ വീണ് മരിച്ചത്. ഓടയുടെ അപാകതയാണ് 2 പേരുടെ ജീവനെടുത്തതെന്ന ആരോപണം ശക്തമായി നിലനിൽക്കെയാണ് പൊതുമരാമത്ത് വകുപ്പ് നടപടിക്ക് തയ്യാറാകുന്നത്. ഇനി അപകടങ്ങൾ ഒഴിവാക്കാനാണ് നടപടി. കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് ഓട മൂടുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉടനുണ്ടാകുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകി. സൈറ്റിൽ കിടക്കുന്ന സ്ലാബുകൾ കളക്ട് ചെയ്ത് കിടക്കുമ്പോൾ നമ്മൾ സാധനം അതിൽ കവർ ചെയ്ത് മൂടി അപകടം ഒഴിവാക്കാനും അതിനൊപ്പം തന്നെ റോഡ് സേഫ്റ്റി മെഷേഴ്സായിട്ട് കുറച്ച് കോണുകൾ റോഡ് സേഫ്റ്റിയുടെ കോണുകൾ വെച്ച് അപകട സാധ്യതയുള്ള മേലെയാണെന്ന് കാണിച്ച് നമുക്കത് മാറ്റി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നല്ലൊരു എസ്റ്റിമേറ്റ് നമുക്ക് 50 വർക്കിന് ഭാഗമായിട്ടുണ്ട്. നമ്മുടെ ഇതിലേക്ക് നല്ലൊരു കുറച്ചുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ടെമ്പററി ആയിട്ട് ഏറ്റവും അപകടം മാറ്റുന്ന രീതിയിലേക്ക് വിടമ്പ് നമ്മൾ എടുക്കും. നെല്ലിക്കുഴിയിൽ നിന്നുള്ള UDF പ്രവർത്തകർ കോതമംഗലത്ത് PWD അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഉദ്യോഗസ്ഥർ വേഗത്തിലുള്ള നടപടിക്ക് തീരുമാനമെടുത്തത്. അപകട സാധ്യത വളരെ നേരത്തെ തന്നെ നാട്ടുകാർ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. ഇത് അവഗണിക്കുകയാണ് ചെയ്തതെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി. അലി പടിഞ്ഞാറേച്ചാലിൽ MA കരീം, പരീദ് പട്ടമാവുടി, ഷംസു നരിക്കാമറ്റം, KP അബ്ബാസ്, KP കുഞ്ഞ്, നൌഫൽ കാപ്പുചാലിൽ, റഫീഖ് മുല്ല, ഷെബിൻ ഇസ്മായിൽ, ഷെഫീഖ് ഇടപ്പാറ, അജ്മൽ മാനിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. നിങ്ങൾ ഫണ്ടില്ലാന്ന് പറയോ, നാളെ തന്നെ കൊണ്ടുപോയി അവിടെ കോൺക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഒരു നിലവിൽ അവിടെ ആൻഡ്രയിൽ ഒളിപ്പിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമല്ല. ഈ വർക്ക് ചെയ്ത് ഇവിടുന്ന് മെഷർമെന്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടോ? ഓവർസിയർ മെഷർമെന്റ് എടുത്ത് കൊടുത്ത ആ പൈസ ബില്ല് മാറിയിട്ടുണ്ടോ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾ ഇനി ചെയ്യുന്ന കാര്യം പറയണ്ട. അപകടത്തിന്റെ ഉത്തരവാദിത്തം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർക്കാണെന്നും ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിന് കമ്പനിപ്പടി ഭാഗത്ത് ഒരു ഓടയിലേക്ക് വാഹനം മറിഞ്ഞ് 2 ചെറുപ്പക്കാർ മരണപ്പെട്ട സംഭവം നിങ്ങളെല്ലാവരും വാർത്തയിലൂടെ കണ്ടതാണ്. ഇന്നലെയുമായി പത്രമാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്ത, ഈ റോഡിൻ്റെ സുരക്ഷ നോക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ MVD അധികാരികളുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ തുറന്ന ഓടയാണ് ഈ അപകടത്തിന് കാരണമെന്നും ഈ മരണത്തിന് ഉത്തരവാദി പോലും ഈ PWD അധികാരികളാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ PWD ഉദ്യോഗസ്ഥർ ഈ ലക്ഷക്കണക്കിന് രൂപ 11.5 കോടി രൂപ മുടക്കി നവീകരിച്ച ആലുവ മൂന്നാർ റോഡ് സൈഡിൽ ഇത്തരം അശാസ്ത്രീയമായ രീതിയിൽ ഈ ഓട നിർമ്മിച്ച് ഇതിന് ബില്ല് മാറി കൊടുക്കുകയും ഈ കുട്ടികളുടെ മരണത്തിന് ഉത്തരവാദികളായ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഈ AXE ഉപരോധിക്കുന്ന ഒരു നടപടിയുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.